ചേട്ടാ, അങ്ങനെ കേരളം കാത്തിരുന്ന ആ ഒരു വലിയ പ്രഖ്യാപനം, ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട KSRTCയിലെ വനിതകൾക്കുള്ള സൗജന്യ യാത്ര, അത് അടുത്ത തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. KSRTC ഉണ്ടാകുന്ന വലിയ നഷ്ടം, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ആ ഒരു നഷ്ടം നികത്തുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളായിരിക്കും ഈ UDF സർക്കാരിന് ഈ ഒരു ജനങ്ങളുടെ ഉണ്ടാകുന്നത്? UDF സർക്കാർ മുന്നോട്ട് വെച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും കയ്യടി കിട്ടിയത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയത്, സ്ത്രീകളടക്കം കയ്യടിയോടെ സ്വീകരിച്ച ഒരു വാഗ്ദാനമായിരുന്നു ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ആ സൗജന്യ യാത്രയാണ് ഇപ്പോൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗം തീരുമാനിച്ച് ജൂൺ 15 എന്ന തീയതിയും പ്രഖ്യാപിച്ചു. ജൂൺ 15 മുതൽ കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തി അവർക്ക് കേരളത്തിലെ KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ, അതാണ് ഏറ്റവും പ്രധാനം, ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ആദ്യഘട്ടമായാണ് ഓർഡിനറി ബസ്സുകൾ. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ ബസ്സുകളിലും എന്നാണ് കോൺഗ്രസും UDFും നൽകിയ വാഗ്ദാനം. കൃത്യമായിട്ട് തീർത്ഥയാത്രയാകട്ടെ, വിനോദയാത്രയാകട്ടെ, എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് KSRTC ബസ്സിൽ പോകാം. ഏത് KSRTC ബസ്സിലാണെങ്കിലും അത് സൗജന്യമായി നിങ്ങൾക്ക് പോകാൻ കഴിയും എന്ന വാഗ്ദാനമാണ് UDF സ്ഥാനാർത്ഥികളെല്ലാം അന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മുഖ്യമന്ത്രി അതിൽ ആവർത്തിച്ച് പറയുന്നത്, ഇത്തവണ ഇത് ആദ്യഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കി ഇതിനെക്കുറിച്ച് പഠിച്ച ശേഷം ഇത് 2ാം ഘട്ടത്തിലേക്കും 3ാം ഘട്ടത്തിലേക്കും ഒക്കെ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് പറയുന്നത്. അത് സ്വീകാര്യമായ കാര്യമാണ്. കാരണം ഒരു വലിയൊരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, വലിയൊരു ക്ഷേമ പദ്ധതിയാണ്. കേരളത്തിലെ KSRTC നോക്കുകയാണെങ്കിൽ KSRTCയിൽ യാത്ര ചെയ്യുന്നതിൽ 60% കൂടുതലും സ്ത്രീകളാണ്. അപ്പൊ ആ സ്ത്രീകൾക്കാണ് സൗജന്യ യാത്ര കൊടുക്കുന്നത്. അത് KSRTCയിൽ വലിയ വരുമാന നഷ്ടം ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കണക്കിൽ പ്രതിവർഷം 800 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ 800 കോടി രൂപ സംസ്ഥാന സർക്കാർ KSRTCക്ക് കൊടുത്ത് KSRTCയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ തന്നെ KSRTCക്ക് പ്രതിമാസം 125 കോടി രൂപയിൽ കൂടുതൽ സംസ്ഥാന സർക്കാർ കൊടുത്താണ് അവരുടെ ശമ്പളവും പെൻഷൻ ആനുകൂല്യങ്ങളും എല്ലാം നിവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 800 കോടി രൂപയും കൂടി പ്രതിവർഷം KSRTCക്ക് സർക്കാർ ഖജനാവിൽ കൊടുത്ത് ഒരു പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. പദ്ധതിയിൽ വിമർശനം വരാം. അതിലിപ്പം ഫാസ്റ്റ് പാസഞ്ചറിലില്ല, അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റിലില്ല, ഇതിലൊന്നുമില്ല, ഓർഡിനറി ഇതിലാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അപ്പോഴും എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? 800 കോടിയുടെ ഒരു ക്ഷേമ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെറിയ പദ്ധതി അല്ലല്ലോ, 800 കോടിയുടെ പദ്ധതിയാണ്. ഇതിൽ പോരായ്മകൾ ഒരുപാടുണ്ട്. കാരണം KSRTC ബസ്സിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവാണെന്നുള്ള ഒരു പരാതി വ്യാപകമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിലല്ല, മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ, വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഓർഡിനറി ബസ്സുകൾ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യഘട്ടത്തിൽ ഇത് പരിശോധിക്കട്ടെ, ഇത് പഠിക്കട്ടെ. ഈ ഒരു സൗജന്യ യാത്രയുടെ പദ്ധതി വന്നിട്ട് അതുകൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവാം, ആ നഷ്ടം എങ്ങനെയെല്ലാം നികത്താം എന്ന് ഒരു സർക്കാരിന് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു സമയം കൂടി കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സർക്കാർ വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. എല്ലാ മന്ത്രിസഭാ യോഗത്തിലും കയ്യടി കിട്ടുന്ന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുന്നത്. ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, കയ്യടി കിട്ടുന്ന പ്രഖ്യാപനങ്ങളെല്ലാം കൂടെ 1 മാസം കൊണ്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിച്ച് കഴിയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്കൊരു സമയം തരൂ, ഒരു സർക്കാർ വന്നതല്ലേ ഉള്ളൂ. അപ്പൊ എന്നാൽ ഈ ഗ്യാരണ്ടി, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന ഗ്യാരണ്ടി നടപ്പിലാക്കുന്നു എന്ന് പറയുന്നു. അത് ജൂൺ 15 മുതൽ ആദ്യഘട്ടം നടപ്പിലാക്കുന്നു. അതിനൊരു പേരും കൊടുത്തു, പ്രിയദർശിനി. അതാണ് പറഞ്ഞത്, ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ടാണ് വന്നത്. അത് പ്രിയദർശിനി എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുടെ കീഴിൽ 800 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ വർഷം ചെലവിട്ട് ഈ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയിൽ ഈ സർക്കാർ ഒപ്പിടില്ല, അല്ലെങ്കിൽ സർക്കാർ ഈ PM ശ്രീയെ പിന്തുണയ്ക്കില്ല എന്ന് ഉള്ള ഒരു ഉറച്ച തീരുമാനം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഈ പ്രതിപക്ഷം പറയുന്നുണ്ട് നടപ്പാക്കരുത്, അല്ലെങ്കിൽ UDF ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു വിമർശനം. ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് CPM ആണല്ലോ. CPM എന്താണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. സ്വന്തം മന്ത്രിസഭയിൽ ഇരുന്ന CPIയോട് പോലും പറയാതെ രഹസ്യമായി തീരുമാനിച്ചു, സ്വന്തം നിലയിൽ പോയി അതിന് ഒപ്പിട്ട്, പിന്നെ അത് വിവാദമായപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് വന്നവരാണ് ഈ ഇപ്പൊ പറയുന്നത് PM ശ്രീയിൽ ഒപ്പിടരുതെന്ന്. അല്ല, അതിൽ മറ്റൊരു തീരുമാനം കൂടി ശിവൻകുട്ടി തന്നെ പറഞ്ഞിരുന്നു. അതായത് ഫണ്ട് വാങ്ങിച്ചെടുത്ത് ഇവരെ പറ്റിക്കാനുള്ള ഒരു ഉദ്ദേശമായിരുന്നു എന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നു. അതായത് ഈ
അതായത് സംഘപരിവാർ അജണ്ട, സംഘപരിവാറിന്റെ രഹസ്യ അജണ്ടകൾ ഒളിച്ചു കടത്താനുള്ള വിദ്യാഭ്യാസ സംവിധാനം, ഇതെല്ലാമാണ് കാലാകാലങ്ങളായി ഇത് പറഞ്ഞിരുന്നത്. എന്നിട്ട് കൃത്യമായി അതിൽ ചെന്ന് ഒപ്പിട്ട് അതിന്റെ ഫണ്ട് വാങ്ങിച്ചിട്ട് അവർ പറയുന്ന മാനദണ്ഡങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്ക് മാത്രം മണ്ടന്മാരല്ല എന്നുള്ളത് കൂടി ആലോചിക്കണം. ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ പറയണതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കേന്ദ്ര സർക്കാർ കൃത്യമായി, അതുകൊണ്ടാണല്ലോ PM ശ്രീ ഒപ്പിടുന്നത്. PM ശ്രീ വെറുതെ പറയുന്നതല്ലോ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയാണ് ചെയ്യുന്നത്, അതിൽ കരാറിൽ ഒപ്പിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്നവരാണ് അതെല്ലാം ചെയ്തിട്ട് അവരുടെ സംഘപരിവാറിന് മുമ്പ് കീഴടങ്ങി അത് ജനം കണ്ട് ജനം തോൽപ്പിച്ച് വീട്ടിയിരുത്തിയപ്പോൾ ഈ സർക്കാരിനെ തിരുത്താൻ വരികയാണ്. ഈ സർക്കാർ ആദ്യം മുതൽ കോൺഗ്രസും UDF പറഞ്ഞിരുന്ന നിലപാട് PM ശ്രീ കേരളത്തിൽ വേണ്ടെന്നാണ്. പിന്നെ കാര്യമായ ഇതിന്റെ ഫണ്ട് അടക്കമുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. അപ്പൊ അതിൽ കൃത്യമായ ചർച്ച ചെയ്ത് പരിഹാരം കാണും. അതിൽ ചർച്ചകൾ ഇതുവരെ നടത്തിയിട്ടില്ല, പരിശോധനകൾ നടത്തിയിട്ടില്ല, PM ശ്രീ വേണം എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. അത് ചർച്ചകൾ നടക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കാരണം ഏത് കാര്യമാണ്, ഇതൊരു നയപരമായ കാര്യമാണ്. ഇതിൽ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് കേന്ദ്രത്തിന്റെ ഔദാര്യമായ പണമല്ല, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് കേരളത്തിന് അർഹതപ്പെട്ട പണമാണ് നൽകേണ്ടത്. ഇതെങ്ങനെ ലഭിക്കും? PM ശ്രീ അല്ലെങ്കിൽ PM മറ്റ് വഴികളിലൂടെ അല്ലെങ്കിൽ നിയമപരമായ നടപടികളിലൂടെയോ എങ്ങനെയാണെങ്കിലും ഇത് ചെയ്യാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതൊരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. അല്ലാതെ രഹസ്യമായി ഒപ്പിട്ട് സ്വന്തം മന്ത്രിസഭയിലുള്ളവർ പോലും അറിയിക്കാതെ വളരെ രഹസ്യമായി ഒപ്പിട്ടിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്ത വന്ന് പുറത്തറിഞ്ഞപ്പോൾ മറ്റവർ പ്രതിഷേധിച്ചതിന്റെ പേരിൽ പിൻവാങ്ങിയവർ ഇതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ ആരോപിച്ചിരുന്നു, അതായത് കഴക്കൂട്ടം, ചാത്തന്നൂര് അതുപോലെ നിയമ മണ്ഡലങ്ങളിൽ UDF BJPക്ക് വോട്ട് മറിച്ചു, അതായത് BJPക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വോട്ട് മറിച്ചു എന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനുള്ള വ്യക്തമായ മറുപടി ഇന്ന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അല്ല, മറുപടിയല്ല, അതിനെ കണക്കെട്ടങ്ങ് പരിഹസിക്കുകയാണ് ചെയ്തത്. കാരണം കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കഴക്കൂട്ടത്ത് ആർക്കാണ് വോട്ട് കുറഞ്ഞത്? കഴക്കൂട്ടത്ത് ആർക്കാണ് വോട്ട്? CPM-നാണ് വോട്ട് കുറഞ്ഞത്. കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. ചാത്തന്നൂര് ആർക്കാണ് വോട്ട് കുറഞ്ഞത്? CPM-ന് അല്ലെങ്കിൽ LDF-നാണ് വോട്ട് കുറഞ്ഞത്. സിറ്റിംഗ് സീറ്റ് കൂടി മൂന്നിടത്തും, നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരും ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന സീറ്റ് BJP പിടിച്ചെടുത്തു. അവിടെ കോൺഗ്രസ് പിടിച്ച വോട്ട് അത്രയും തന്നെ പിടിച്ചിട്ടുണ്ട്. K മുരളീധരനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി നേമത്ത് മത്സരിച്ചപ്പോൾ കിട്ടിയ അത്രയും വോട്ട് ശബരിനാഥിന് കിട്ടിയില്ലെങ്കിലും കൃത്യമായ മത്സരം ശബരിനാഥും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡീൽ ആരോപണങ്ങൾ തിരിച്ചെങ്ങനെ അടിക്കുമെന്നും കൂടെ CPM അറിയണ്ടേ? കാരണം എന്ന് പറഞ്ഞാൽ ഈ സീറ്റുകളെല്ലാം വിജയിച്ചപ്പോൾ CPM-ന്റെയും LDF-ന്റെയും പെട്ടിയിൽ വീണ വോട്ടാണ് കുറഞ്ഞത്. അപ്പൊ ആ ഡീൽ ആരോപണം വേണ്ട, എങ്ങോട്ടാണ് ചായ എന്നുള്ള ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. പിന്നെ മുഖ്യമന്ത്രി കൃത്യമായ ഒരു പരിഹാസം കൂടെ പറഞ്ഞു. CPM-നെ തോൽപ്പിക്കുക എളുപ്പമാണ്, തോറ്റു എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള കാര്യമാണ്. കാരണം തോൽവിയിൽ എന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തും. തോറ്റത് എന്തുകൊണ്ട് എന്നതല്ല, ജനം നിങ്ങളെ മടുത്തത് കൊണ്ടും നിങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ വെറുത്തത് കൊണ്ടുമാണ് തോൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരമാണ് ഈ ഡീൽ ആരോപണം നടക്കുന്നത്. 30 മണ്ഡലങ്ങൾ കോൺഗ്രസ് BJPക്ക് വോട്ട് മറിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ BJPക്ക് വോട്ട് കൂടിയ 30 മണ്ഡലങ്ങൾ ഈ CPM സംസ്ഥാന സെക്രട്ടറി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയണം. അങ്ങനെയല്ലല്ലോ, ഇവിടെ 3 സീറ്റ് ജയിച്ചു. ഈ 3 സീറ്റ് ആരുടെ സിറ്റിംഗ് സീറ്റാ? LDF-ന്റെ സിറ്റിംഗ് സീറ്റാ. ആർക്കാ അവിടെ വോട്ട് കുറഞ്ഞത്? 2 വോട്ട് കുറഞ്ഞത് LDF-നാ. എന്നിട്ടാണ് ഡീൽ ആരോപണം പറയുന്നത്. അതിനുള്ള ഒരു പരിഹാസമാണ് മുഖ്യമന്ത്രി. ഒരു പക്ഷേ അതിങ്ങനെയായിരിക്കും. എന്തായാലും LDF-ന് ഇനി തുടർഭരണം ഉണ്ടാവില്ല. പ്രതിപക്ഷത്തിനൊപ്പം അല്ലെങ്കിൽ ഈ ഒരു UDF-ന്റെ ഒരു ആരോപണം ഉയർത്താൻ വേണ്ടി 3 MLA-മാർ BJP ഉണ്ടാവട്ടെ എന്നുള്ള ഡീലായിക്കൂടെ ഈ 3 സ്ഥലങ്ങൾ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചത്? അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ജയിച്ചതെന്ന് നോക്കുക. അവരെല്ലാം ഈ ജയിച്ച 3 സ്ഥാനാർത്ഥികളും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് കൃത്യമായി പ്രവർത്തിച്ച് ജയിച്ചു വന്നവരാണ്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം CPM പറയണ അവിടെ V മുരളീധരനെ മത്സരിപ്പിച്ചോ, ഞങ്ങൾ ജയിപ്പിച്ചു തരാന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ 5 വർഷമായി V മുരളീധരൻ കഴക്കൂട്ടം മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. ജനം അടുത്താണ് വോട്ട് ചെയ്തത്. ജനം അടുത്തു. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ LDF-ന്റെ MLA CPM 10 വർഷത്തെ CPM ഭരണത്തെ വെറുത്തു. അതുകൊണ്ട് അവർ പുതിയ ചോയ്സ് എന്നുള്ളതല്ലേ V മുരളീധരൻ തെരഞ്ഞെടുത്തു. ചാത്തന്നൂർ തന്നെയുള്ള സ്ഥിതി. കഴിഞ്ഞ ഗോപകുമാർ 2ാം സ്ഥാനത്ത് വന്നിരുന്നു, നിസ്സാര വോട്ടിനാണ് തോറ്റുപോയത്. ഇത്തവണ അയാൾ ജയിച്ചു. നേമത്ത് പിന്നെ കൃത്യമായ ത്രികോണ മത്സരം എന്ന് പറയുന്ന ത്രികോണ മത്സരം നടന്നതിന്റെ ഒരു പ്രതിഫലനമാണ് BJP ജയിച്ചത്. ആദ്യമായിട്ട് BJPയുടെ താമര വിരിഞ്ഞ മണ്ഡലം കൂടെയാണ് നേമം. അപ്പൊ അവിടുത്തെ വിജയം ഈ 3 മണ്ഡലങ്ങളുടെ ഇത് ജനം മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ടെന്ന് ഈ 2 മുന്നണികളെയും ഓർമ്മിപ്പിച്ചതാണ്. അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.